ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ രജിഷയാണ്. രജി, വിൽ യു മാരി മീ? സോറി ചേട്ടാ, കനോട്ട് മാരി. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ചെറിയൊരു ബിലേറ്റഡ് ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ രജിഷയാണ്. ആൻഡ് എന്താ പറയുക, ഓണം അടിച്ചു പൊളിച്ചു. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ആദ്യമായിട്ടാണ് സെറ്റിലൊരു ഓണം ഉണ്ണാൻ പറ്റിയത്. ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം ദിലീപേട്ടൻ്റെ കൂടെയായിരുന്നു ഇത്തവണത്തെ ഓണം. ആൻഡ് അടിച്ചു പൊളിച്ചു. ഓക്കെ, സുജയ് ഉണ്ട്. ഹായ് സുജയ്, ഹായ്. ആൻഡ് പിന്നെ പറയാനുള്ളത് ഒരുപാട് നന്ദിയാണ്. കാരണം അനുരാഗ് കരിക്കിൻ വെള്ളത്തിനെ എന്താ പറയുക, ആ സിനിമയ്ക്ക് തന്നൊരു റെസ്പോൺസ്, എൻ്റെ ഒരു ക്യാരക്ടറിന് തന്നൊരു റെസ്പോൺസിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ആൻഡ് നിതീഷ്, ഷൈൻ, എല്ലാവർക്കും ഹായ്. ആൻഡ് എന്താ പറയുക, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും നല്ലൊരു റെസ്പോൺസ് കിട്ടുമെന്ന്. പോയി കണ്ടതിനും തിയേറ്ററിൽ തന്നെ പോയി കണ്ടതിനും ഒരുപാട് നന്ദി. ഇപ്പോൾ ഈ അടുത്ത് DVD റിലീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് പിന്നെയും കമൻസ് വരുന്നുണ്ട്. സോ യാ, കീപ് സപ്പോർട്ടിങ്. ദിജോഷ് ഹായ്, അസ്കർ ഹായ്, ജിഷാന്നുണ്ട് ഹായ്, ഹൻഷാസ് ഹാപ്പി ഓണം ടു യു ടു. ആൻഡ് സോ യാ, ഐ എം ഹിയർ. മെട്രോ മാറ്റിനിയിൽ ഞാൻ വന്നിട്ടുണ്ട്. എലി മൊഞ്ചായല്ലോ എന്നൊക്കെ, താങ്ക് യു. എലി എന്നൊരു എന്താ പറയുക ആ പേരിട്ടിട്ട് എന്നെ വിളിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം രജിഷ എന്നുള്ള പേര് അധികം ആർക്കും അങ്ങനെ ആയില്ല. അപ്പം ഒരുപാട് സന്തോഷം ആ കാര്യത്തിൽ. സോ യു കെൻ കീപ് കോളിങ് മീ എനിത്തിങ്. പിന്നെ ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ഇല്ല, അനുരാഗ് കരിക്കിൻ വെള്ളം എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. ആദ്യമായിട്ടാണ് സിനിമയുടെ ക്യാമറ ഫേസ് ചെയ്തത്. ഇപ്പം രണ്ടാമത്തെ സിനിമ ചെയ്യുന്നു. ഹാപ്പി ഓണം ഹാഫിസ്. പുതിയ പ്രൊജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദിലീപേട്ടൻ്റെ കൂടെ ഉള്ള സിനിമയാണ്. ഇതുവരെ പേര് കൺഫേം ആയിട്ടില്ല. നമ്മൾ തൃശ്ശൂരാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ എൻ്റെ ഈ ഓണം, വിഷു എന്നൊക്കെയാണ് പറയുമ്പോൾ ദൈവമേ, ഓക്കെ, ഇത്തവണത്തെ എൻ്റെ ഓണം തൃശ്ശൂരായിരുന്നു. എന്താ പറയുക, വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത്. സോ എന്താ പറയുക, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തോടെയാണ് തുടങ്ങിയത്. സോ രതീഷ് ഹാപ്പി ഓണം. സുഹൈൽ ഹായ് എല്ലാവർക്കും. സുഹൈൽ, വേർ ആർ യു ഫ്രം? നാട് ശരിക്കും കോഴിക്കോടാണ്, എറണാകുളത്താണ് താമസിക്കുന്നത്. പക്ഷേ കോഴിക്കോട് കഴിഞ്ഞു. ഹാപ്പി ഈദ് ആൻഡ് ഹാപ്പി ഓണം നോക്കി. എല്ലാവർക്കും നല്ലൊരു ഈദും നല്ലൊരു ഓണം ആശംസിക്കുന്നു. രജി, വിൽ യു മാരി മീ? സോറി ചേട്ടാ, കനോട്ട് മാരി. എന്താണ്, പണ്ട് ചാനൽ കയറി ഇറങ്ങിയ സമയം ഇത്രയും ഇംഗ്ലീഷ് ഇല്ലായിരുന്നല്ലോ, കുക്കു. ഇപ്പം ഇത് എവിടുന്ന് അത്ര ഇംഗ്ലീഷ് ഒന്നുമില്ല. ഞാൻ അസൽ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇടയ്ക്ക് 2-3 ഇംഗ്ലീഷൊക്കെ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അങ്ങനെ മംഗ്ലീഷ് സംസാരിച്ച് അങ്ങനെ എന്താ പറയുക, അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ. പ്രോപ്പർ മലയാളം സംസാരിക്കുന്നതാണ്. വീട് തൃശ്ശൂരാണോ? അല്ല, തൃശ്ശൂരല്ല, വീട് കോഴിക്കോടാണ്. തൃശ്ശൂരിൽ ഇപ്പം ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഹാപ്പി ഓണം ടു യു ടു. അപ്പം അതെ, വലിയ മാരിനുള്ള പക്ഷേ ഞാൻ സ്റ്റക്ക് ആയത്. ദാറ്റ് ഇസ് സ്വീറ്റ് ദോ. താങ്ക് യു സോ മച്ച്. ഹായ്, ഐ ലൈക്ക് യുവർ മൂവി, നൈസ് വൺ എന്നൊക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച് നിതീഷ്, താങ്ക് യു സോ മച്ച്. എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്. ദാറ്റ് ഇസ് വെൻ യു ഫീൽ ലൈക്ക് നമുക്ക് പിന്നെയും എന്താ പറയുക, വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നുന്നതും കൂടുതൽ നല്ല സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുന്നതൊക്കെ അതുകൊണ്ടാണ്. സോ ഇതേ സപ്പോർട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ഹാപ്പി ഓണം. ഒരു ഹായ് തരുമെന്നോ അരുൺ? ഹായ്, കുറച്ചുകൂടെ വലിയൊരു ഹായ് കൊടുക്കാം. ഹായ്. ഓക്കെ, പിന്നെ ആരാ? ഹാപ്പി ഓണം രജിഷ, ഷാജാൻ, താങ്ക് യു സോ മച്ച് ഷാജാൻ. ഹാപ്പി ഓണം ടു യു ടു. ഇന്ദ്രജിത്ത് ഹായ്, ഐ ലൈക്ക് യുവർ ആങ്കറിങ് ആൻഡ് ആക്ടിങ്. ആങ്കറിംഗ് നിന്ന് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ് ഇപ്പോൾ. അപ്പോൾ സിനിമയെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ആൻഡ് ന്യൂ ഫിലിം ഏതാണ്? ന്യൂ ഫിലിം ഞാൻ പറഞ്ഞ പോലെ തന്നെ ദിലീപേട്ടൻ്റെ കൂടെയുള്ള പ്രൊജക്റ്റാണ്. ബിജു അരിക്കുട്ടി, അതായത് ഡോക്ടർ ലവാണ് പുള്ളിക്കാരി ഇതിന് മുമ്പ് ചെയ്ത സിനിമ. പുള്ളിക്കാരൻ്റെ അടുത്ത പ്രൊജക്റ്റാണ്. ആൻഡ് തൃശ്ശൂരാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ഓണം. ഹായ് എലി എന്നൊക്കെ. ഹായ്. ആദ്യ TV ഷോ ഏതാണ്? ആദ്യത്തെ TV ഷോ എന്ന് പറഞ്ഞാൽ സൂര്യ മ്യൂസിക്കിൽ 100% ലവും മനസ്സിനിക്കരെ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഷോസ് ആയിരുന്നു ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ അങ്ങനെ AKV കിടു, താങ്ക് യു സോ മച്ച്. അനുരാഗ് കരിക്കിൻ വെള്ളത്തിനെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. റാഫി, അടിപൊളി ചിരി. താങ്ക് യു. Okay, hi Aliur, hi Paryo, hi Shyam, how are you? I'm good. Naushad, happy Onam to you too. Happy Eid also.
അങ്ങനെ സോ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാച്ചുറലാണ് ആക്ടിങ്, താങ്ക് യു സോ മച്ച്. പറ്റുന്നതിൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ഡയറക്ടറാണ് ഖാലിദ് റഹ്മാൻ. പുള്ളിയുടെ ഒരു എന്താ പറയുക ടാലൻറ്റും പുള്ളിയുടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും മാക്സിമം നല്ലോണം ചെയ്യാൻ പറ്റിയത്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഓക്കെ, ഹായ് എല്ലാവർക്കും ഹായ്. ധനേഷ് ഹായ്. ഷെഫിൻ ഹോപ്പ് യു ഫൈൻ. ഐ ആം ഫൈൻ ഷെഫിൻ. എന്തിനാ അടിച്ചെന്നൊക്കെ അൽത്താഫ്, എനിക്കൊന്ന് ആസിഫിൻ്റെ സിനിമയെ അടിച്ചെന്തിനാന്നിരിക്കും. ഓക്കെ, അത് എന്താ പറയുക, എൻ്റെ അടുത്ത് റഹ്മാൻ സ്ക്രിപ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യത്തെ സമയത്ത് ഇങ്ങനെ സ്റ്റോറി ഡിസ്കസ് ചെയ്ത് ഫൈനൽ ക്ലൈമാക്സ് വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ കഥ പറയുമ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ പുള്ളിക്കാരി അടിക്കണേ. അപ്പം രാമൻ പറഞ്ഞു, ഈ സിനിമ കണ്ടു കഴിയുന്ന ഏതൊരാളും ചോദിക്കേണ്ട ചോദ്യം അതാണ്, എന്തിനായിരിക്കും എലി അബിയെ അടിച്ചത്. സോ അതാണ് സിനിമയുടെ വിജയം. അപ്പം അത് പല റീസൺസും ആവാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ചിലപ്പം എന്തുകൊണ്ട് വൈകിയെന്നാവാം, അല്ലെങ്കിൽ ചിലപ്പം കല്യാണം കഴിഞ്ഞു എന്നുള്ളതാവാം. സോ ഇറ്റ് കുഡ് ബി എനി റീസൺ. എലി ആ സമയത്ത് എന്താ ആലോചിച്ചതെന്ന് എന്നോട് ചോദിക്കുന്നത് സീക്രട്ടാണ്. ഓക്കെ, ഹായ് എല്ലാവർക്കും ഹായ്. എനിക്കും വേണം ഹായ് ഷൈൻ. പിന്നെ അനുരാഗിക്കും വെള്ളം സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ആസിഫ് അലിയെ അടിച്ചത് എന്തിനാ പറഞ്ഞല്ലോ. ഓക്കെ, തൃശ്ശൂർ കി ജയ്. എനിവേസ്, വിപിൻ ഹാപ്പി ഓണം. ഏഷ്യൻ പ്രോഗ്രാം പൊളിച്ചു. താങ്ക് യു സോ മച്ച് വിപിൻ, താങ്ക് യു സോ മച്ച്. സുൽഫി ഹായ്, സുഖമാണ്. ആൻഡ് ഹായ് എല്ലാവർക്കും ഹായ്. സുനിൽ ഹായ്. Jitin hi, happy Onam belated. Yeah, Abel, happy belated Onam. And hi. Happy Onam. Sundari Sugichuta. Thank you Google, thank you so much. And love you dear. What's your next project? ഞാൻ പറഞ്ഞു ദിലീപ് ഏട്ടൻ്റെ കൂടെ ഉള്ളതാണ് അടുത്ത പ്രോജക്റ്റ്. ആൻഡ് ഹൗ ആർ യു എലി? എലിക്ക് സുഖമാണ്, രജിഷയ്ക്ക് സുഖമാണ്. എന്നെ ദയവേത് രജിഷ എന്ന് വിളിക്കണം. ഓക്കെ, പിന്നെ ഹായ് എല്ലാവർക്കും ഹായ്. മലിക്കിത് കുറേ ഹായ് ഉണ്ടല്ലോ. ഓക്കെ, അരുൺ നൈസ്. മുഹമ്മദ് ഷരീഫ് ഹായ്. ആൻഡ് എല്ലാവർക്കും ഹലോ ഹായ്. അനുരാഗരിക്കും വെള്ളം സൂപ്പറാ. അതെ, ഈ സൂപ്പറാന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓണത്തിന് വലിയ വേറൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ജിംസി, അതായത് നമ്മൾ അപർണ ബാലമുരളി നമ്മളെ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു സർപ്രൈസ് ആയിരുന്നു. പുള്ളിക്കാരിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ദിലീപേട്ടൻ ഉണ്ടായിരുന്നു, ദിലീപേട്ടൻ്റെ മോൾ മീനാക്ഷി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ സെറ്റിലെ ഫുൾ പ്രൊഡ്യൂസേഴ്സും ക്രൂവും കാസ്റ്റും എല്ലാവരും ഉണ്ടായിരുന്നു. വിനീത് ഫോർട്ട്, ഷറഫ്, പിന്നെ ഗണപതി, എല്ലാവരും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എന്താ പറയുക, പിന്നെ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഷൂട്ട് പ്രമാണിച്ച് അച്ഛനും അനിയത്തിയും ഒക്കെ കൊച്ചിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛനും അമ്മയും. ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ചെറിയൊരു ബിലേറ്റഡ് ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ രജിഷയാണ്. ആൻഡ് എന്താ പറയുക, ഓണം അടിച്ചു പൊളിച്ചു. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ആദ്യമായിട്ടാണ് സെറ്റിലൊരു ഓണം ഉണ്ണാൻ പറ്റിയത്. ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം ദിലീപേട്ടൻ്റെ കൂടെയായിരുന്നു ഇത്തവണത്തെ ഓണം. ആൻഡ് അടിച്ചു പൊളിച്ചു. ഓക്കെ, സുജയ് ഉണ്ട്. ഹായ് സുജയ്, ഹായ്. ആൻഡ് പിന്നെ പറയാനുള്ളത് ഒരുപാട് നന്ദിയാണ്. കാരണം അനുരാഗ് കരിക്കിൻ വെള്ളത്തിനെ എന്താ പറയുക, ആ സിനിമയ്ക്ക് തന്നൊരു റെസ്പോൺസ്, എൻ്റെ ഒരു ക്യാരക്ടറിന് തന്നൊരു റെസ്പോൺസിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ആൻഡ് നിതീഷ്, ഷൈൻ, എല്ലാവർക്കും ഹായ്. ആൻഡ് എന്താ പറയുക, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും നല്ലൊരു റെസ്പോൺസ് കിട്ടുമെന്ന്. പോയി കണ്ടതിനും തിയേറ്ററിൽ തന്നെ പോയി കണ്ടതിനും ഒരുപാട് നന്ദി. ഇപ്പോൾ ഈ അടുത്ത് DVD റിലീസ് ഉണ്ടായിരുന്നു, അതിനുശേഷം എനിക്ക് പിന്നെയും കമൻസ് വരുന്നുണ്ട്. സോ യാ, കീപ് സപ്പോർട്ടിങ്. ദിജോഷ് ഹായ്. അസ്കർ ഹായ്. ജിഷ എന്നുണ്ട് ഹായ്. Hanshas, happy Onam to you too. And so yeah, I'm here. Metro Matinee ഞാൻ വന്നിട്ടുണ്ട്. എലി മൊഞ്ചായല്ലോ എന്നൊക്കെ. താങ്ക് യു. എലി എന്നൊരു എന്താ പറയുക പേര്, ആ പേരിട്ടിട്ട് എന്നെ വിളിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം രജിഷ എന്നുള്ള പേര് അധികം ആർക്കും അങ്ങനെ ആയില്ല. അപ്പം ഒരുപാട് സന്തോഷം ആ കാര്യത്തിൽ. സോ യു കെൻ കീപ് കോളിങ് മീ എനിത്തിങ്. പിന്നെ ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. അനുരാഗ് കരിക്കിൻ വെള്ളം എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. ആദ്യമായിട്ടാണ് സിനിമയുടെ ക്യാമറ ഫേസ് ചെയ്തത്. ഇപ്പോൾ രണ്ടാമത്തെ സിനിമ ചെയ്യുന്നു. ഹാപ്പി ഓണം ഹാഫിസ്. പുതിയ പ്രൊജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദിലീപേട്ടൻ്റെ കൂടെ ഉള്ള സിനിമയാണ്. ഇതുവരെ പേര് കൺഫേം ആയിട്ടില്ല. നമ്മൾ തൃശ്ശൂരാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ എൻ്റെ ഈ ഓണം, വിഷു എന്നൊക്കെയാണ് പറയണം ദൈവമേ. ഓക്കെ, ഇത്തവണത്തെ എൻ്റെ ഓണം തൃശ്ശൂരായിരുന്നു. എന്താ പറയുക, വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത്. സോ എന്താ പറയുക, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തോടെയാണ് തുടങ്ങിയത്. സോ രതീഷ് ഹാപ്പി ഓണം. സുധീഷ്, സുഹൈൽ ഹായ് എല്ലാവർക്കും. സുഹൈൽ, വേർ ആർ യു ഫ്രം? നാട് ശരിക്കും കോഴിക്കോടാണ്, എറണാകുളത്താണ് താമസിക്കുന്നത്. പക്ഷേ കോഴിക്കോട് ആണ്.
ഹാപ്പി ഈദ് ആൻഡ് ഹാപ്പി ഓണം നോക്കി എല്ലാവർക്കും നല്ലൊരു ഈദും നല്ലൊരു ഓണം ആശംസിക്കുന്നു. രജി വിൽ യു മാരി മീ എന്നൊക്കെ. സോറി ചേട്ടാ, കനോട്ട് മാരി യു. എന്താണ് പണ്ട് ചാനൽ കയറി ഇറങ്ങിയ സമയം ഇത്ര ഇംഗ്ലീഷ് ഇല്ലായിരുന്നല്ലോ, കുക്കു. ഇപ്പം ഇത് എവിടുന്ന് അത്ര ഇംഗ്ലീഷ് ഒന്നുമില്ല, ഞാൻ അസൽ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇടയ്ക്ക് 2-3 ഇംഗ്ലീഷൊക്കെ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അങ്ങനെ മംഗ്ലീഷ് സംസാരിച്ച് അങ്ങനെ എന്താ പറയുക, അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ. പ്രോപ്പർ മലയാളം സംസാരിക്കുന്നതാണ്. വീട് തൃശ്ശൂരാണോ? അല്ല, തൃശ്ശൂരല്ല, വീട് കോഴിക്കോടാണ്. തൃശ്ശൂരിൽ ഇപ്പം ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഹാപ്പി ഓണം ടു യു ടു. അപ്പം അതെ, വലിയ മാരിനുള്ള പക്ഷേ ഞാൻ സ്റ്റക്ക് ആയത്. That is sweet though. Thank you so much. Hi, I liked your movie. Nice one again. Okay, thank you so much, Nitish. Thank you so much. എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്. ദാറ്റ് ഇസ് വെൻ യു ഫീൽ ലൈക്ക് നമുക്ക് പിന്നെയും എന്താ പറയുക, വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നുന്നതും കൂടുതൽ നല്ല സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുന്നതൊക്കെ അതുകൊണ്ടാണ്. സോ ഇതേ സപ്പോർട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ഹാപ്പി ഓണം. ഒരു ഹായ് തരുമെന്നോ അരുൺ? ഹായ്, കുറച്ചുകൂടെ വലിയൊരു ഹായ് കൊടുക്കാം. ഹായ്. ഓക്കെ, പിന്നെ ആരാ? ഹാപ്പി ഓണം രജിഷ ഷാജാൻ. താങ്ക് യു സോ മച്ച് ഷാജാൻ. ഹാപ്പി ഓണം ടു യു ടു ഇന്ദ്രജിത്ത്. ഹായ്, ഐ ലൈക്ക് യുവർ ആങ്കറിങ് ആൻഡ് ആക്ടിങ്. ആങ്കറിംഗ് നിന്ന് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ് ഇപ്പോൾ. അപ്പോൾ സിനിമയെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ആൻഡ് ന്യൂ ഫിലിം ഏതാണ്? ന്യൂ ഫിലിം ഞാൻ പറഞ്ഞ പോലെ തന്നെ ദിലീപേട്ടൻ്റെ കൂടെയുള്ള പ്രൊജക്റ്റാണ്. ബിജു അരിക്കുട്ടി, അതായത് ഡോക്ടർ ലവാണ് പുള്ളിക്കാരി ഇതിന് മുമ്പ് ചെയ്ത സിനിമ. പുള്ളിക്കാരൻ്റെ അടുത്ത പ്രൊജക്റ്റാണ്. ആൻഡ് തൃശ്ശൂരാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ഓണം. ഹായ് എലി എന്നൊക്കെ. ഹായ്. ആദ്യ ടി വി ഷോ ഏതാണ്? ആദ്യത്തെ ടി വി ഷോ എന്ന് പറഞ്ഞാൽ സൂര്യ മ്യൂസിക്കിൽ 100% ലവും മനസ്സിനിക്കര എന്ന് പറഞ്ഞിട്ടുള്ള 2 ഷോസ് ആയിരുന്നു ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ അങ്ങനെ AKV കിടു. താങ്ക് യു സോ മച്ച്. അനുരാഗ് അർക്കിൻ വെള്ളത്തിനെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. റാഫി, അടിപൊളി ചിരി. താങ്ക് യു. Okay, hi Aliur, hi Paryo, hi Shyam, how are you? I'm good. Naushad, happy Onam to you too. Happy Eid also. അങ്ങനെ സോ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാച്ചുറലാണ് ആക്ടിങ്. താങ്ക് യു സോ മച്ച്. പറ്റുന്നതിൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ഡയറക്ടറാണ് ഖാലിദ് റഹ്മാൻ. പുള്ളിയുടെ ഒരു എന്താ പറയുക ടാലൻറ്റും പുള്ളിയുടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും മാക്സിമം നല്ലോണം ചെയ്യാൻ പറ്റിയത്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഓക്കെ, ഹായ് എല്ലാവർക്കും ഹായ്. ധനേഷ് ഹായ്. ഷെഫിൻ, ഹോപ്പ് യു ഫൈൻ. ഐ ആം ഫൈൻ ഷെഫിൻ. എന്തിനാ അടിച്ചെന്നൊക്കെ അൽത്താഫ്. എനിക്കൊന്ന് ആസിഫിൻ്റെ സിനിമയെ അടിച്ചെന്തിനാന്നിരിക്കും. ഓക്കെ, അത് എന്താ പറയുക, എൻ്റെ അടുത്ത് റഹ്മാൻ സ്ക്രിപ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യത്തെ സമയത്ത് ഇങ്ങനെ സ്റ്റോറി ഡിസ്കസ് ചെയ്ത് ഫൈനൽ ക്ലൈമാക്സ് വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ കഥ പറയുമ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ പുള്ളിക്കാരി അടിക്കണേ? അപ്പം രാമൻ പറഞ്ഞു, ഈ സിനിമ കണ്ടു കഴിയുന്ന ഏതൊരാളും ചോദിക്കേണ്ട ചോദ്യം അതാണ്, എന്തിനായിരിക്കും എലി അബിയ അടിച്ചത്? സോ അതാണ് സിനിമയുടെ വിജയം. അപ്പം അത് പല റീസൺസും ആവാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ചിലപ്പം എന്തുകൊണ്ട് വൈകിയെന്നാവാം, അല്ലെങ്കിൽ ചിലപ്പം കല്യാണം കഴിഞ്ഞു എന്നുള്ളതാവാം. സോ ഇറ്റ് കുഡ് ബി എനി റീസൺ. എലി ആ സമയത്ത് എന്താ ആലോചിച്ചതെന്ന് എന്നോട് ചോദിക്കുന്നത് സീക്രട്ടാണ്. ഓക്കെ, ഹായ് എല്ലാവർക്കും ഹായ്. എനിക്കും വേണം ഹായ് ഷൈൻ. പിന്നെ അനുരാഗത്തിന് വെള്ളം സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ആസ്ഫ് അലിയെ അടിച്ചത് എന്തിനാ പറഞ്ഞല്ലോ. ഓക്കെ, തൃശ്ശൂർ കി ജയ്. എനിവേസ്, വിപിൻ ഹാപ്പി ഓണം. ഏഷ്യൻ പ്രോഗ്രാം പൊളിച്ചു. താങ്ക് യു സോ മച്ച് വിപിൻ. താങ്ക് യു സോ മച്ച്. സുൽഫി ഹായ്. സുഖമാണ്. ആൻഡ് ഹായ് എല്ലാവർക്കും ഹായ്. സുനിൽ ഹായ്. Jitin hi, happy Onam belated. Yeah, Abel, happy belated Onam. And hi, happy Onam. Sundari, Sugichota. Thank you Google, thank you so much. And love you dear. What's your next project? ഞാൻ പറഞ്ഞു ദിലീപേട്ടൻ്റെ കൂടെ ഉള്ളതാണ് അടുത്ത പ്രോജക്റ്റ്. ആൻഡ് ഹൗ ആർ യു എലി? എലിക്ക് സുഖമാണ്, രജിഷയ്ക്ക് സുഖമാണ്. എൻ്റെ ദൈവം ഇത് രജിഷ എന്ന് വിളിക്കണം. ഓക്കെ, പിന്നെ ഹായ് എല്ലാവർക്കും ഹായ്. മലിക് കുറേ ഹായ് ഉണ്ടല്ലോ. ഓക്കെ, അരുൺ നൈസ്. മുഹമ്മദ് ഷരീഫ് ഹായ്. ആൻഡ് എല്ലാവർക്കും ഹലോ ഹായ്. അനുരാഗരിക്കും വെള്ളം സൂപ്പറാ. അതെ, ഈ സൂപ്പറാന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓണത്തിന് വലിയ വേറൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ജിംസി, അതായത് നമ്മൾ അപർണ ബാലമുരളി നമ്മുടെ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു സർപ്രൈസ് ആയിരുന്നു. പുള്ളിക്കാരിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ദിലീപേട്ടൻ ഉണ്ടായിരുന്നു, ദിലീപേട്ടൻ്റെ മോൾ മീനാക്ഷി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ സെറ്റിലെ ഫുൾ പ്രൊഡ്യൂസേഴ്സും ക്രൂവും കാസ്റ്റും എല്ലാവരും ഉണ്ടായിരുന്നു. വിനീത് ഫോർട്ട്, ഷറഫ്, പിന്നെ ഗണപതി,
എല്ലാവരും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എന്താ പറയുക, പിന്നെ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഷൂട്ട് പ്രമാണിച്ച് അച്ഛനും അനിയത്തിയും ഒക്കെ കൊച്ചിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ രജിഷയാണ്. എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്. ദാറ്റ് ഈസ് വെൻ യു ഫീൽ ലൈക്ക് നമുക്ക് പിന്നെയും എന്താ പറയുക, വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നുന്നതും കൂടുതൽ നല്ല സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുന്നതൊക്കെ അതുകൊണ്ടാണ്. സോ ഇതേ സപ്പോർട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു സോ മച്ച്.